എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുളിയിഞ്ചി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പെട്ടെന്ന് എങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നാടൻ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 9 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ശർക്കരയാണ്. ഞാനിവിടെ ഒരൊറ്റ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിലും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. പെട്ടെന്നാക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ളൊരു പൊടിക്കൈ ഞാൻ ഉപയോഗിച്ച് നോക്കിയാണ്. അപ്പോൾ സക്സസ് ആയി. അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം അങ്ങോട്ട് അരഞ്ഞു പോകണ്ട കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 9 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്തത് അതിലേക്ക് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഫ്രൈ ചെയ്യുന്നത് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അന്നേരം ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിൻ്റെയും ഒരു നല്ല കുത്തൽ വരുവേ മൂക്കിലേക്ക്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കായവും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഈ പുളി എടുക്കുന്ന സമയത്ത് കുറച്ച് പഴകിയ പുളിയാണെങ്കിൽ നല്ല കളർ കിട്ടും നമ്മളെ പുളിയിഞ്ചിക്ക്. ഇനി ഈ പുളി കുറച്ചൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ പുളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ശർക്കരപ്പാനിയില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ശർക്കരപ്പാനിയിലേക്ക് ഒഴിച്ചല്ലേ. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇനി ഇത് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോവും. ഞാൻ ഇതിപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ച് വറ്റി വരാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് കുറച്ചേ ക്വാണ്ടിറ്റി വേണ്ടുമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പുളിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ശർക്കര പാനിയിലേക്കും ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ചേ വേണ്ടുമെങ്കിൽ. അപ്പോൾ നമ്മൾക്കിത് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം കുറച്ചൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ആ വെള്ളം ഇങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ച ശേഷം പിന്നെ ഒരു 20 മിനിറ്റ് എടുത്തു ഇതൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ ഒരു സമയം. ഇനി നമ്മൾക്കിതിലേക്ക് വറവ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾക്ക് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.